ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ നിഖിൽ, ENT സർജൻ. എന്താണ് ഹൈപ്പോതൈറോയിഡിസം, എന്തൊക്കെയാണ് ഇതിൽ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡിസം എന്നാൽ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇതിനാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലവർക്ക് പാരമ്പര്യമായിട്ട് വരാം, മറ്റു ചിലർക്ക് എൻവയോൺമെന്റൽ എക്സ്പോഷർ, റേഡിയേഷൻ, പല കെമിക്കൽസ് ഇതിന്റെ എക്സ്പോഷർ കാരണം വരാം. ഫുഡ് ഐറ്റംസും ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകാറുണ്ട്. ഉദാഹരണത്തിന് ക്യാബേജ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ചില ഫുഡ് ഐറ്റംസ്. ഇതുകൂടാതെ തൈറോയ്ഡ് സർജറി, അണുബാധകൾ, റേഡിയേഷൻ എക്സ്പോഷർ, അയഡിൻ്റെ കുറവ്, ചില മെഡിസിൻസ് കാരണം, തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനുള്ള മറ്റ് കാരണങ്ങൾ. ഇതൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. വെയിറ്റ് ഗെയിൻ, അമിതമായിട്ട് വെയിറ്റ് കൂടുക, എപ്പോഴും ഉറക്കക്ഷീണം, കോൾഡ് ഇൻടോളറൻസ്, അതായത് തണുപ്പ് കാലാവസ്ഥയോട് അമിതമായിട്ട് അസഹിഷ്ണുത, മുടി കൊഴിച്ചൽ, പുരികത്തിലെ മുടി കൊഴിച്ചൽ, നമ്മുടെ തലമുടി കൊഴിച്ചൽ, സ്ത്രീകളായിട്ട് പീരിയഡ്സിലുള്ള ഇറഗുലാരിറ്റീസ്, എക്സസീവ് മെൻസ്ട്രൽ ഫ്ലോ. കൊച്ചുകുട്ടികളിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവാണെങ്കിൽ അത് ബുദ്ധിയെ തന്നെ ബാധിക്കാം, കുട്ടിയുടെ വളർച്ചയെ തന്നെ ബാധിക്കാം. ബുദ്ധിയെ ബാധിക്കുന്നതോടെ മറ്റു ചില പ്രശ്നങ്ങളായ കൺജന്റൽ അംബലിക്കൽ ഹെർണിയ, അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഹൈപ്പോതൈറോയിഡിസം കാരണം ഉണ്ടാകാം. അമിതമായിട്ട് നമ്മൾ TSH, നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ നിന്ന് TSH ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്. TSHന്റെ നിരന്തരമായ സ്റ്റിമുലേഷൻ മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വളർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തൈറോയിഡിന്റെ അകത്ത് തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതാവുന്നു, അതോടൊപ്പം പല നൊഡ്യൂൾസും ഫോം ചെയ്യുന്നു. ഇതുകൂടാതെ ഓർമ്മക്കുറവ്, ഡിപ്രഷൻ ഉണ്ടാവുക, മുഖത്തിനും കൈകാലുകൾക്കും ഉണ്ടാകുന്ന വീക്കം, ശബ്ദവ്യത്യാസം, മുടി കൊഴിച്ചൽ, ഹൃദയമിടിപ്പ് കുറയുക, സ്ത്രീകളിൽ പീരീഡ്സിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, മുഖത്തിൻ്റെയും നമ്മുടെ കൈകാലുകളിലെ ടെൻഡൻസിലുണ്ടാകുന്ന നീരുകൾ, ഇതൊക്കെ ഹൈപ്പോതൈറോയിഡിസിലുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഈ പറയുന്നവയൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയുടെ രോഗലക്ഷണങ്ങൾ. ലളിതമായിട്ടുള്ള TSH എന്ന ബ്ലഡ് ടെസ്റ്റ്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലെവൽ നോക്കി നമുക്ക് ഒരാൾക്ക് ഹൈപ്പോതൈറോയ്ഡ് ആണോ, അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞിരിക്കുന്നു നമുക്ക് അറിയാൻ സാധിക്കും. ഈ TSH എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോഴാണ് ഇത് സാധാരണ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ ബ്ലഡ് ടെസ്റ്റിൽ TSH വളരെയധികം കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ ശരിയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺ ശരിയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അത് കാരണം തലച്ചോർ കൂടുതലായിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാനായി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി ഒരാൾക്ക് തൈറോയ്ഡ് ലെവൽ, TSH ലെവൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അതനുസരിച്ച് കുറവാണെങ്കിൽ തൈറോക്സിൻ ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ തൈറോയ്ഡ് എക്സാമിൻ ചെയ്യുകയും സംശയാസ്പദമായിട്ട് മൊഴിയോ നൊടിയോടോ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ്. സ്കാൻ ചെയ്യുന്നതിലൂടെ തൈറോയിഡിനെ പറ്റി, തൈറോയിഡ് നൊടികളുണ്ടെങ്കിൽ നൊടികളിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരം എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. തൈറോയിഡിന്റെ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തും.